ചെറുപ്പത്തിൽ കേട്ട കഥകളിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള മൃഗമാണല്ലോ കരടി. എനിക്ക് കാട്ടിൽ പോകുമ്പോഴും കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള മൃഗങ്ങളിലൊന്നാണ് കരടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരടിയെക്കുറിച്ച് കുറേ കഥകൾ പറയാനും അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുമാണ് വന്നിരിക്കുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും പോയിട്ട് മൃഗങ്ങളെക്കുറിച്ച് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് കരടികളെക്കുറിച്ചാണ്. കരടികളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഞാൻ ഏറ്റവും കൂടുതൽ കരടികളെ കണ്ടിട്ടുള്ളത് മധ്യപ്രദേശിലെ സത്പുര നാഷണൽ പാർക്കിലാണ്. അവിടെ ഒരു 6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സത്പുര നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാടാണ്. അവിടെ പോകുന്നത് നമ്മൾ ആക്ച്വലി ബോട്ടിൽ പോയിട്ട് വേണം ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഒരു മിക്സ്ഡ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ മരങ്ങളും നല്ല ചൂടുള്ള സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇല പൊഴിച്ചിടുന്ന കാടുകളാണ്. അതോടൊപ്പം തന്നെ കുറേയേറെ എവർഗ്രീൻ ട്രീസും ഉണ്ട്. അവിടെ ഡ്രൈ എവർഗ്രീൻ ട്രീസ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള കാടാണ്. അവിടെ കുറേയേറെ കരടികളുണ്ട്, കരടികളും പുലികളും. ഇപ്പോഴത്തെ കാലത്ത് കുറേയേറെ കടുവയുടെ നമ്പറുകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എനിക്കൊന്ന് 2011 മുതൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് കരടികളൊക്കെ ആയിരുന്നു. ഒരു സഫാരിയിൽ 16 കരടികളെ വരെ കണ്ടിട്ടുണ്ട്. വേറെ പ്രത്യേകത, അവിടെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാലത്തൊക്കെ ഞങ്ങൾക്ക് ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് വെച്ച് കരടിയെ കണ്ടിട്ടുണ്ട്. പിന്നെ കനു സഫാരി, ചെറിയ കനു കയറി തുഴഞ്ഞു പോകുമ്പോൾ അവർ ഈ നദിയുടെ സൈഡിലൊക്കെ വന്നിട്ട് കരടിയെ കണ്ടിട്ടുണ്ട്. ആനപ്പുറത്ത് പോകുന്ന സഫാരി ഉണ്ട്. ആനപ്പുറത്ത് സഫാരിക്ക് പോകുമ്പോൾ കരടിയെ കണ്ടിട്ടുണ്ട്. സഫാരി വണ്ടിയിൽ പോയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് നടക്കാനും പറ്റുമായിരുന്നു. അപ്പോൾ ടൈഗർ റിസർവ് നാഷണൽ പാർക്കുമാണ് സത്പുര. അതൊരു ടൈഗർ റിസർവ് കൂടെയാണ്, ഒരു കടുവാ സങ്കേതം കൂടെയാണ്. അപ്പോൾ കടുവാ സങ്കേതത്തിനകത്ത് നമുക്ക് നടന്നു പോയിട്ട് ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന കുറേയേറെ ഗസ്റ്റുകളൊക്കെ ഇതിനുവേണ്ടി തന്നെ വരുന്നവരാണ്, നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കാട്ടിൽ പോകാനായിട്ട് റെഡിയായിരുന്നു. അപ്പം അന്നത്തെ ഗസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കല്ലേ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നവർക്കും ഡിസ്കവറി ചാനലും പ്രത്യേകിച്ച് BBC ചാനലൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഡേവിഡ് ആറ്റൻബറോ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ലോകത്തിലുള്ള കുറേയേറെ ആനിമൽസിനെ കുറിച്ച് കഥകളും ഡോക്യുമെൻ്ററികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന കസിൻ, ഒരു നീസ് ഉണ്ടായിരുന്നു, എയ്മി ആറ്റൻബറോ എന്ന് പറഞ്ഞ്. അപ്പോൾ എയ്മി ആറ്റൻബറോവും എയ്മിയുടെ ഒരു സുഹൃത്തോട് കൂടി അവിടെ വന്നിരുന്നു. അപ്പം എയ്മിക്ക് കാട്ടിൽ നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെന്താ, നമ്മൾ പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ് എന്ന് പറഞ്ഞൊരു 5 മിനിറ്റ് ദൂരെയാണ് പാർക്ക് ഗേറ്റിൽ നിന്ന്. ഞങ്ങൾ അവിടുന്ന് ഗേറ്റിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗൈഡും കാണും. അന്നത്തെ ഗൈഡിൻ്റെ പേര് ഗംഗാധർ എന്ന് പറഞ്ഞൊരു ഗൈഡാണ്, യങ്ങായിട്ടുള്ളൊരു ഗൈഡായിരുന്നു. ഗംഗാധറും ഞാനും. പിന്നെ ഞങ്ങൾ കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മളൊരു 2 ഗൈഡ്സിൻ്റെ 2 പേരുടെയും 2 വടി കാണും. പിന്നെ നമുക്കൊരു ഹെയർ ഹോൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ, ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സൗണ്ട് വെക്കുന്നൊരു ഹോൺ ഉണ്ട്. പിന്നെ പെപ്പർ സ്പ്രേ, ഇതൊക്കെയായിട്ടാണ് നമ്മൾ നടക്കാനായിട്ട് കാട്ടിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് അവിടുന്ന് ഒരു 10 മിനിറ്റ് ബോട്ട് എടുത്ത് പോകണം. അവിടെ പീലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പീലിയ. ആ പീലിയയിലാണ് സാധാരണ നമ്മൾ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നടന്ന് കാട്ടിനകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത്, ബോട്ട് തിരിച്ചു പോയിട്ട് 5:45 ആകുമ്പോഴത്തേക്കും ബോട്ട് തിരിച്ചു വന്നില്ല നമ്മൾ ഫോൺ വിളിച്ചിട്ടാണ് നമ്മളെ ഒരു പിക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ ഒരു ബോട്ടിൽ കൊണ്ടുകൊണ്ട് കാടിനടുക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇറക്കി വിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റിനെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മളൊരു ബ്രീഫ് ചെയ്യും. കാട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നടക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫയലായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനായിട്ട് നടക്കണം. ഏറ്റവും ഫ്രണ്ടിൽ ഗൈഡ് കാണും. സാധാരണ ഞാനായിരിക്കും പുറകെ നടക്കുന്നത്. നടുക്ക് ഗസ്റ്റുകൾ നടന്നു പോവുക. അപ്പം ആനിമൽസിനെയൊക്കെ കാണുമ്പോഴത്തേക്കിന് സാധാരണ ഉറക്കെ സംസാരിക്കരുത്. പറ്റുമെങ്കിൽ ആംഗ്യഭാഷയൊക്കെ കാണിക്കുക. ഇപ്പോൾ ചിലപ്പം ഗസ്റ്റായിരിക്കും കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കൈ ഉയർത്തിയിട്ട് അവിടെ ഒരു ആനിമൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഇൻ കേസ് നമ്മൾ ചില സമയത്ത് ബെയറിനെയൊക്കെ സാധാരണ ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാക്കിംഗ് സഫാരി ഒരു 6 വർഷം ചെയ്യുന്നതിൽ ഒരു 100-ലധികം കരടിയെങ്കിലും നമ്മൾ ഓൺ ഫുട്ടിൽ കണ്ടിട്ടുണ്ട്, നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പറയും, ബെയറിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം. കരടിയെ കാണുമ്പോൾ നമ്മൾ സാധാരണ ഗസ്റ്റിനോട് ബ്രീഫ് ചെയ്യാറുള്ളത്, കരടി ദൂരെയാണെങ്കിൽ പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. കരടി നമ്മുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് 4-5 പേർ ഒരുമിച്ച് കൂടിയിട്ട് കൈ ഉയർത്തിയിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. അപ്പം കരടി അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു വലിയ ആനിമൽ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ഇവർ പേടിച്ച് പോകും. അതല്ല, നമ്മുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ നമ്മളൊന്ന് ആ ഹോൺ വെച്ച് അമർത്തി കഴിഞ്ഞാൽ വലിയ ശബ്ദം വരും. അല്ലെങ്കിൽ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ വടി വെച്ചിട്ട് സാധാരണ കരടിയുടെ മൂക്കിനടിച്ചിട്ട് നമ്മളതിനെ ഓടിക്കാറൊക്കെയാണ്. അത് ഇന്നവരെ അങ്ങനെ ഓടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് അറിയത്തില്ല, കാട്ടിൽ വെച്ച് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ നടന്നു. കുറേ പുള്ളിമാനുകൾ നിൽപ്പുണ്ടായിരുന്നു, മ്ലാവ് നിൽപ്പുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. പിന്നെ കാട്ടുപോത്തിനെ കണ്ടു. ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം നടന്നപ്പോൾ, ഒരു അരമണിക്കൂർ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെറിയൊരു കുളമുണ്ട്. ആ കുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു അമ്മക്കരടി നടന്നു പോകുന്നത് കണ്ടു.
നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഞങ്ങളൊരു 50 മീറ്റർ ദൂരെയായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ ബൈനോക്കുലറോടൊക്കെ നോക്കി, ഗസ്റ്റും നോക്കി. അപ്പം നമ്മൾ സൈലൻ്റായിട്ട് ഭയങ്കര ഹൈഫൈ ഒക്കെ കൊടുത്തു. കാരണം ബെയറിന് കരടി കാണുക എന്നുള്ള ഭയങ്കര രസകരമായൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കരടിയാവുന്ന ആ ബണ്ടിൻ്റെ മുകളിൽ കൂടെ നടന്ന് വേറെ സ്ഥലത്തോട്ട് നടന്നു പോയി ഒരു 50 മീറ്റർ ദൂരോട്ട് നടന്നു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ കുളം ഒന്ന് പോയി നോക്കാം, വെള്ളം. അപ്പോൾ ഞങ്ങൾ പതിയെ നടന്ന് മേളിൽ ചെല്ലുന്ന അടുത്ത് ആ ബണ്ടിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞങ്ങൾ സാധാരണ ഈ തള്ളക്കരടിയെ കാണുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ആ കുഞ്ഞിനെ കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് നോക്കി, ആ വെള്ളത്തിലോട്ട് നോക്കിയപ്പോൾ ആ കുഞ്ഞ് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഇച്ചിരി പ്രശ്നത്തിലാണ്. അപ്പോൾ ഞാൻ ദൂരെ നോക്കിയപ്പോഴത്തേക്കും തള്ളക്കരടി ഞങ്ങളെ കണ്ട്. അപ്പം തള്ളക്കരടി ഞങ്ങളുടെ നേരെ ഓടാനുള്ള പരിപാടിക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗസ്റ്റിനോടൊക്കെ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് ഓടിക്കോളാൻ പറഞ്ഞു. പുറകോട്ട് മാറിയിട്ട് ഒരു 30 മീറ്റർ പുറകോട്ട് ഓടി മാറിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി. പെട്ടെന്ന് തന്നെ കരടി അവിടെ നിന്ന് അലറിക്കൊണ്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അലറെന്ന് പറഞ്ഞാൽ വലിയൊരു സൗണ്ട്, ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞ് പേടിച്ചിട്ട് അമ്മക്കരടിയുടെ അടുത്തോട്ട് ഓടിപ്പോയി. എന്നിട്ട് അമ്മക്കരടിയും കുഞ്ഞോട് ഒരുമിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വരുന്നതാണ്. അപ്പോൾ ഓടി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ കഴിഞ്ഞൊരു 40 മീറ്റർ ആയപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ തള്ളക്കരടി ഇങ്ങനെ 2 കാലിൽ എഴുന്നിട്ട് ഇങ്ങനെ 2 കൈയും പൊക്കിയിട്ടൊരു സൗണ്ട് പുറപ്പെടുവിക്കും. പിന്നെ അടുത്തോട്ട് ഓടി വരും. 30 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ അടുത്ത് വരെ എത്തിയിട്ട് ഈ കരടി ഇങ്ങനെ 2 കൈയും ഉയർത്തിയിട്ട് ഇങ്ങനെ ഒരു വലിയ സൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്നൊരു ഒരു കറി ഓടുന്നു. കാരണം വേറെ തൊട്ടടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് റെഡിയായിട്ട് 4 പേര് ഒരുമിച്ച് നിന്നിട്ട് തൊട്ടടുത്ത് പെട്ടെന്ന് കാറിയപ്പോഴത്തേന് കരടി പെട്ടെന്ന് തിരിഞ്ഞിട്ട് അങ്ങ് ഓടിപ്പോയി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് എയ്മി പറയും, ഓ നിങ്ങൾക്കറിയാം, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സേഫായിട്ടുള്ള ഗൈഡ്സിൻ്റെ കൂടെ ഞങ്ങൾ കാട്ടി വന്നേക്കുന്നത്. അപ്പം നമ്മുടെ അകത്ത് നല്ല പേടിയുണ്ട്, പക്ഷേ ഈ പേടിയൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഈ എയ്മി ആറ്റൻബറോ ആഫ്രിക്കയിലെ ഒരു ഗൈഡാണ്. അവർ ലയൺസിനെയും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഓൺ ഫുട്ടിൽ ട്രാക്ക് ചെയ്യുന്ന. അപ്പോൾ അവരെയൊന്നും നമുക്ക് പേടിയുണ്ടെങ്കിൽ അകത്തുള്ളതിനും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ബെയർ അങ്ങ് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഗൈഡ് ഗംഗാധരനെ ഒന്ന് തിരിഞ്ഞ് നോക്കി, ഗംഗാധരൻ എന്നെ ഒന്ന് നോക്കി. ഉള്ളി പേടിച്ചെങ്കിലും പിന്നെ അതൊന്ന് പുറത്ത് കാണിക്കാൻ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പോയിട്ട് തിരിച്ചു വന്നു. അപ്പം അന്ന് കണ്ടത് വെച്ചിട്ട് ഒരുപക്ഷെ അല്ല അനുഭവപ്പെട്ടിട്ടുള്ള കരടികളുടെ ഏറ്റവും അടുത്തായിട്ട് കരടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതുകൂടാതെ വണ്ടിയെ പോകുന്ന സമയത്ത് കുറേയേറെ ബെയർസിൻ്റെ കരടിയുടെ കുറേയേറെ ബിഹേവിയർ കാണാൻ പറ്റുന്നുണ്ട്. കരടി മരത്തെ കയറുന്ന കണ്ടിട്ടുണ്ട്. മരത്തിന് മണ്ടേ കയറി, എനിക്കൊന്ന് ഇലന്തപ്പഴം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അതിൻ്റെ ചെറിയ കായ്കളാണുള്ളത്. ബെയർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്, ബെയർ. അത് ഫ്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മരത്തേലൊക്കെ ഇത് കയറും, കരടി കയറിയിട്ട് അത് പറിക്കാറുണ്ട്. പിന്നെ ഈ ടെർമൈറ്റൊക്കെ അവർ തിന്നാറുണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കരടികളുടെ ഭക്ഷണം ഭയങ്കര രസമാണ്. അവരുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ കഴിക്കുന്നത് ചെതലുകൾ, ഉറുമ്പുകളുമാണ്. പിന്നെ അവരുടെ സീസണൽ ഫ്രൂട്ട്സ്. ഇങ്ങനെയാണ് 3 കാര്യങ്ങൾ. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ചത്ത് കിടക്കുന്ന ഒരു മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ, ഞാനൊക്കെ ചത്ത് കിടക്കുന്ന മ്ലാവിനെയൊക്കെ അവർ പിച്ചി കീറി ഒരു കരടിയും കുഞ്ഞുങ്ങളോട് കൂടി തിന്നുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കരടികളെയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ സ്ലോത്ത് ബെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ തേൻകരടി എന്ന് പറഞ്ഞവരെയൊക്കെ ഓംനിവോർ എന്ന് പറയുന്നത്. കാരണം അവർ മീറ്റ് കഴിക്കുകയും ചെയ്യും, അല്ലാതെ വെജിറ്റേറിയൻ പോലത്തെ നമ്മൾ ഫ്രൂട്ട്സും ബാക്കിയുള്ള ഒക്കെ കഴിക്കാറുള്ളത്. കരടിയുടെ മറ്റൊരു ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫ്രൂട്ട്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ പ്രത്യേകിച്ച് മധ്യപ്രദേശിലൊക്കെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ ഒരു ഫ്രൂട്ടുണ്ട്. പ്രത്യേകിച്ച് സമ്മർ, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, മാർച്ച് മാസം അവസാനം മുതൽ നമുക്ക് കാണാൻ പറ്റും. തെന്തു എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഇന്ത്യൻ എബിനി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ ഫ്രൂട്ട് ഇവർ കുറേയേറെ കഴിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ഈ ഫ്രൂട്ടൊക്കെ മരത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന സമയത്ത് ഇവർ മരം കയറിയിട്ടാണ് ഇവർ പറിച്ച് തിന്നുന്നത്. ആ മരം കയറുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞങ്ങളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ മരത്തിൻ്റെ മണ്ടയ്ക്കൊരു കരടി ഇരിക്കുന്നത് കണ്ടു. ഞങ്ങൾ അടുത്തോട്ട് ചെന്നപ്പോൾ തന്നെ ഈ കരടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരടി നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കും, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് ചെറിയ തെങ്ങയിലൊക്കെ കയറുന്ന സ്വഭാവമുണ്ട്. തെങ്ങ നമ്മൾ 2 കൈ കൊണ്ട് അള്ളിപ്പിടിച്ച് കയറും. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൈ ചെറുതായിട്ട് അയച്ചിട്ട് നെഞ്ച് ഉരസി താഴോട്ട് ഇങ്ങനെ ഊർന്നിറങ്ങാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് കണ്ട് മരത്തിന് മേളിലിരിക്കുന്ന കരടി പെട്ടെന്ന് കൈ ഇങ്ങനെ നെഞ്ചുരസിയിട്ട് താഴോട്ട് പെട്ടെന്ന് ഊർന്നിറങ്ങുന്ന പോലെ നല്ലൊരു കാഴ്ച കണ്ട്. അപ്പം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടിപ്പോകുന്ന സമയത്ത് കരടികളുടെ ഈ ക്ലോ മാർക്സ്, നഖത്തിൻ്റെ മാർക്കൊക്കെ ചില മരത്തെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ തേനീച്ചക്കൂടുകളുള്ള മരത്തേലൊക്കെ. അപ്പോൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഈ മരത്തിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ഈ കരടിയുടെ ഈ നെയിൽസിൻ്റെ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ, നഖത്തിൻ്റെ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ സൈഡ് വശത്തുള്ളതൊക്കെ കരടി അങ്ങോട്ട് പിടിച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നീളത്തിലുള്ള ഇത്. അപ്പോൾ നീളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ മരത്തെ മണ്ടയ്ക്ക് കയറിയിട്ട് താഴോട്ട് ഈ നഖം വെച്ചിട്ട് ഊർന്നിറങ്ങിയ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
പിന്നെ ഭക്ഷണത്തിൻ്റെ വേറൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കരടികൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം സെൻട്രൽ ഇന്ത്യയിൽ മഹുവ എന്ന് പറഞ്ഞൊരു രസകരമായൊരു ചെടിയുണ്ട്. ചെടിയല്ല, അത് വലിയൊരു മരം. ആ മരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മധ്യ ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അറിയാം. ചിലപ്പോൾ തരിശായിട്ട് കിടക്കുന്ന കുറേയേറെ സ്ഥലങ്ങൾ കാണാം. ആ തരിശായിട്ട് കിടക്കുന്നതിൻ്റെ നടുക്കൊക്കെ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നതാണ്. ഒരിക്കലും അവർ നാട്ടുകാരൊന്നും വെട്ടിക്കളയാത്ത മരങ്ങൾ. ആ വെട്ടിക്കളയാത്ത മരങ്ങൾ ഒരു 90% ഈ മഹുവ ആയിരിക്കും. കാരണം ഈ മഹുവ ഒരു വർഷത്തിൽ മാർച്ച് മാസത്തിൻ്റെ അവസാനമൊക്കെ ഒരുതരം ഫ്ലവർ പുറപ്പെടുവിക്കും. ആ ഫ്ലവർ ഇവർ കളക്ട് ചെയ്തിട്ട് ഇവർ ലിക്കർ ഉണ്ടാക്കാറുണ്ട്. ലോക്കൽ ലിക്കർ, മഹുവ എന്ന് പറഞ്ഞ ലോക്കൽ ലിക്കർ ഉണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര പ്രഷ്യസാണ്. ഒരു മരം ഒരുപക്ഷെ ഒരു 100-200 കിലോയ്ക്കധികം ഒരു സീസണിൽ ഈ ഫ്ലവർ ഉണ്ടാകും. ഇവർ കളക്ട് ചെയ്തിട്ട് ഇവരത് വിൽക്കാനുണ്ട്. ഇവർക്ക് ഒത്തിരി പൈസ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടൊക്കെ ഈ മരമൊന്നും ഒരിക്കലും ഒരു വെട്ടിക്കളരില്ല. അപ്പം ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാറുണ്ട്. സ്പോട്ടഡ് ഡിയർ ഇത് തിന്നാറുണ്ട്, കുരങ്ങുകൾ ഇത് തിന്നാറുണ്ട്, കരടികൾ ഇഷ്ടംപോലെ തിന്നാറുണ്ട്. കരടികൾ തിന്നിട്ട് ഈ ഫ്ലവറിന് വേറെ പ്രത്യേകതയുണ്ട്. ഈ ഫ്ലവർ കുറച്ചേറെ ഈ പഞ്ചസാര അതിൻ്റെ അകത്ത് ഓൾറെഡി കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്, ഈ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഫെർമെൻ്റായിട്ട് ലിക്കറായി വരുന്നൊരു ഇതാണ്. അപ്പം കുറേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഫ്ലവർ കുറേ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ തന്നെ ഇതിട്ട് ഫെർമെൻ്റായിട്ട് ചിലപ്പോൾ കിറുങ്ങി നടക്കുന്ന പോലെ, വെള്ളം അടിച്ചിട്ട് കിറുങ്ങി നടക്കുന്ന പോലെ ആകാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കണ്ടത്, ഒരു ദിവസം കാട്ടിപ്പോയ സമയത്ത് ഒരു പാറയുടെ സൈഡിൽ വലിയൊരു മഹുവ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കരടി നിന്നിട്ട് ഇത് മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കും. കഴിച്ചിട്ട് ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാറയുടെ ചുറ്റും ഒരു 2 പ്രാവശ്യം നടക്കും, എന്നിട്ട് തിരിച്ച് നടക്കും. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ആ പാറയുടെ ചുറ്റും ഇങ്ങനെ കിറുങ്ങി നടക്കുന്ന പോലെ കണ്ടു. അപ്പം ഈ മഹുവയും അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ്. കരടികളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് 4 സ്പീഷീസ് കരടികളുണ്ട്. ഹിമാലയത്തിൽ കാണുന്ന 2 കരടികളുണ്ട്. ഹിമാലയൻ ബ്രൗൺ ബെയർ എന്ന് പറയുന്നതും ഏഷ്യാറ്റിക് ബ്ലാക്ക് ബെയർ എന്ന് പറയുന്ന 2 കരടി വർഗ്ഗങ്ങളുണ്ട്. പിന്നെ കാണുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കാണുന്ന സൺ ബെയർ എന്ന് പറഞ്ഞൊരു ചെറിയ കരടിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കരടി വർഗ്ഗം നോർത്ത് ഈസ്റ്റ് നമുക്ക് കാണാറുണ്ട്. ഇപ്പം ആസാമിലും മേഘാലയയിലും അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലൊക്കെ അതിനെ കുറേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ കരടി വർഗ്ഗങ്ങളാണ്. പിന്നെയുള്ള സ്ലോത്ത് ബെയർ അല്ലെങ്കിൽ തേൻകരടി എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് മൊത്തം കാണാൻ പറ്റുന്ന ഒരു കരടിയാണ്. അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാണും, ശ്രീലങ്കയിൽ കാണും, ഭൂട്ടാനിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നേപ്പാളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ കുറേ സ്ഥലത്ത് കാണുന്നതുകൊണ്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഇതിനെ കാണുന്നത്. നമ്മുടെ കരടിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പ്രത്യേകിച്ച് തേൻകരടി അല്ലെങ്കിൽ സ്ലോത്ത് ബെയറിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ലോകത്തുള്ള ഒരേ ഒരു കരടിയാണ് ഇത് കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിയിരുത്തിയിട്ട് കാട്ടിൽ കൂടെ നടക്കുന്നത്. അതിന് പിഗി ബാക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പം കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ ആഗ്രഹിച്ച് കാണാൻ പറ്റുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സൈറ്റാണ് ചില സമയത്തൊക്കെ അമ്മക്കരടി കുഞ്ഞുങ്ങളെയായിട്ട് കാട്ടി പോകുന്നത്. അതുപോലെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഇതിൻ്റെ പേര് വന്നതിനെക്കുറിച്ച് ഭയങ്കര രസകരമായ ഒരു കഥയുണ്ട്. സ്ലോത്ത് ബെയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം പറയപ്പെടുന്ന 2 കഥകൾ ഇങ്ങനെയാണ്. ഒന്ന്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്തൊക്കെ ഇവർ ഈ ഒരു സ്ലോത്ത് ബെയറിൻ്റെ ഈ തേൻകരടിയുടെ ഒരു കൈ മുറിച്ചിട്ടാണ് ഇത് നാച്ചുറലിസ്റ്റ് മ്യൂസിയത്തിലോട്ട് ഇംഗ്ലണ്ടിലോട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ ഉള്ളവർ നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് സാധനം ഇത് മനസ്സിലായില്ല, ഏത് ജീവിയാണെന്ന് മനസ്സിലായി. കാരണം ഒരു വലിയൊരു കറുത്ത കൈയും കിട്ടി, നീളമുള്ള നഖങ്ങൾ. അപ്പോൾ സൗത്ത് അമേരിക്കയിലൊക്കെ ഒരു മൃഗമുണ്ട് സ്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നീളമുള്ള മരത്തേലൊക്കെ ജീവിക്കുന്ന നല്ല നീളമുള്ള. അപ്പോൾ ഒറ്റ നോട്ടത്തെ അവർ കണ്ടപ്പോഴത്തേക്കിന് അവരിതൊരു സ്ലോത്താന്നാണ് കരുതിയത്. അപ്പം അങ്ങനെയാണ് ഇതിന് സ്ലോത്ത് ബെയർ എന്നുള്ള പേര് വരാൻ കാര്യം. പിന്നെ സ്ലോ മൂവിങ്, ഭയങ്കര പതിയെ മൂവിങ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിന് സ്ലോത്ത് ബെയർ എന്നും പേര് വരാനുള്ള കാര്യം എന്ന് പറയുന്നത്. സ്ലോത്ത് ബെയറിൻ്റെ വേറെ 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രത്യേകത, അവർ ഫുഡ് തേടുന്നത് അവർ മണത്തിട്ടാണ്. അവർക്ക് നല്ല ഘ്രാണശേഷിയുണ്ട്. അപ്പം അവർ നടക്കുന്ന സമയത്തൊക്കെ മണ്ണിനടിയിലുള്ള ചിതൽപുറ്റുകളും ഉറുമ്പിനെയൊക്കെ അവർക്ക് നന്നായിട്ട് മണത്തിട്ട് അവർ അതൊക്കെ കീറിപ്പൊളിച്ചിട്ടൊക്കെ മണ്ണൊക്കെ അങ്ങനെ കീറിപ്പൊളിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് അവർ ചിതലിനെയൊക്കെ എടുത്തിട്ട് കഴിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുറേയേറെ പാറകൾ കൂടി കിടക്കുന്നിടത്തു നിന്നൊക്കെ ഇവർ ചിതലിനെയൊക്കെ എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ വലിയ 10-20-25 കിലോ ഒക്കെ ഉള്ള ഈ കല്ലൊക്കെ അവർ ഒറ്റ തട്ടിനൊക്കെ ഇങ്ങനെ തെറിപ്പിക്കാൻ പറ്റും. അപ്പം ഏറ്റവും പവർഫുൾ, ഏറ്റവും ശക്തിയുള്ള ജീവികളിലൊന്നാണ് ഈ കരടി. അതുകൊണ്ട് ഇവർ എപ്പോഴും നടക്കുന്ന സമയത്ത് ഇവർക്ക് കാഴ്ചശക്തിയേക്കാളും കൂടുതൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇവർ സ്മെല്ലിനാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട കാട്ടിപ്പോകുന്നവർക്കെല്ലാം പേടിയുള്ള മൃഗങ്ങളിലൊന്നാണ് കരടി. കാരണം ചില സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അറിയാതെ നടന്ന ഒരു കരടിയുടെ ഫ്രണ്ടിലോട്ട് നമ്മളെ കരടി കാണത്തില്ല, പെട്ടെന്ന് തന്നെ കരടി നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. സാധാരണ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവും തലയൊക്കെ ഇങ്ങനെ മാന്തി പൊളിക്കും. കാരണം നല്ല പവർഫുള്ളായിട്ടുള്ള നെയിലുള്ളതുകൊണ്ടൊക്കെ അത് ഭയങ്കര വികൃതമാണ് കാണാനായിട്ട്. ഒത്തിരി പേര് ഈ കരടി അറ്റാക്ക് ചെയ്തവരുടെയൊക്കെ മുഖവും ഇല്ലാത്തവരും ദേഹമൊക്കെ ഇല്ലാത്തവരൊക്കെ ഭയങ്കര വികൃതമായിരിക്കും ഇത് കാണാനായിട്ട്. കാരണം ഈ കരടി പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പം തന്നെ അടുത്തിടയ്ക്ക് ഒരു കഥ കേട്ടത്, ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇപ്പം ഊട്ടിക്കടുത്തുള്ള കുണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കരടി പോയിട്ട് എല്ലാ വീടുകൾ കുറേ എണ്ണം കുത്തിപ്പൊളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
പല സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കരടി വീടിന് നാട്ടിൻപുറത്തോട്ട് ഇറങ്ങുന്നു, ആൾക്കാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. കാരണം കരടി എപ്പോഴും ഫുഡ് തേടി നിലത്ത് നോക്കി നടക്കുന്നതുകൊണ്ട് അതിന് കാഴ്ചശേഷി കുറവായതുകൊണ്ടും മൂക്കിലെ സ്മെല്ല് വെച്ചിട്ട് നടന്നിട്ട് പെട്ടെന്ന് ആരെങ്കിലും ഫ്രണ്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കരടികളിങ്ങനെ അത് ചെയ്യുന്നത്. കരടികളെ കാണാൻ പറ്റുന്ന കുറേയേറെ നല്ല സാങ്ച്വറികളും നാഷണൽ പാർക്കുകളുണ്ട്. നമുക്ക് കേരളത്തിനടുത്ത് തന്നെ ആണെങ്കിൽ ഇപ്പം ബന്ദിപ്പൂർ നാഗർഹോളയിലൊക്കെ കരടികളുടെ നല്ല സൈറ്റിംഗ് ഉണ്ട്. പിന്നെ മസനഗുഡിക്ക് അടുത്ത് കരടികളുടെ നല്ല സൈറ്റിംഗ് കിട്ടാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇന്ത്യ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അത് സത്പുര നാഷണൽ പാർക്ക്, സത്പുര ടൈഗർ റിസർവ് കരടികളെ കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. ഞാനൊക്കെ ഒരു സഫാരിയിൽ 16 കരടികളൊക്കെ വരെ കണ്ടിട്ടുണ്ട്. രന്തംപൂരിൽ കുറേയേറെ സൈറ്റിംഗ് ഉണ്ട്, പെഞ്ച് നാഷണൽ പാർക്കിലുണ്ട്. പിന്നെ കർണാടകയിൽ തന്നെയുള്ള ദാറോജി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ദാറോജി ഒരു കുറേയേറെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറേ കരടികളെ ഫീഡ് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് കരടികളെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇന്നത്തെ കരടിയുടെ വിശേഷങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കഥകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.